വേണ്ട കുറച്ചും കൂടെ മേക്കപ്പും നല്ല സെറ്റപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ തൊഴാൻ പോയി. അപ്പോൾ നമ്മളിതാ ഇന്നിപ്പോൾ കുപ്പി വളയിട്ടിട്ടുണ്ട്, അതേ കളറിൽ കമ്മൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് ഡാൻസിന് വാങ്ങിച്ചതാണ് കേട്ടോ. കുപ്പി വളയും സെറ്റ് മുണ്ടൊക്കെ വാങ്ങിച്ചില്ല, അപ്പോൾ ഒരേ മേലെ മാച്ചിന് വാങ്ങിയതാണ്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഇന്ന് ചെറിയൊരു ഫങ്ഷനല്ല, നമ്മുടെ നാട്ടിൽ മൊത്തം ഒരു കുഞ്ഞ് വേല നടക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കതിർവേല. അപ്പോൾ നമ്മളെപ്പോഴും അമ്പലത്തിൽ പോകാറില്ല, തൊഴാൻ പോകാൻ. അവിടെ വേലയാണ്, നമ്മുടെ തട്ടകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേലയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആചാരങ്ങളും അല്ലെങ്കിൽ വേലിൻ്റെ കുറച്ച് കാഴ്ചകളും വീട്ടിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ എല്ലാവരും ഇന്നുണ്ടാക്കും. വീട്ടിൽ കുറേ ഗസ്റ്റുകളും കസിൻസും ഒക്കെ വരും. നമ്മുടെ അവിടെ ഇത്തവണ ആരും ഇല്ല കേട്ടോ. ഇത്തവണ ആരും വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ചു പക്ഷെ വന്നിട്ടില്ല, കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്തവണ പിന്നെ ആരുമില്ല, നമ്മളെ ഫാമിലി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വിഷുവേലയുണ്ട്, അപ്പോൾ വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കതിർവേല ദിവസം എടുത്ത വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോണത്. നമ്മുടെ അടുക്കള വിശേഷങ്ങളും വേലയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ അമ്പലത്തിൽ പോയി വന്നു. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ പോണു, കഴിക്കാനുണ്ടാക്കാൻ പോകണം. പിന്നെ നമ്മുടെ മുറ്റത്ത് അണിയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇന്ന് ഇതാ കുറച്ച് വളയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, മാക്സിയൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മുഖത്തോട് മുഖം സംസാരിക്കും. പിന്നെ പോരാത്തത് ഇതാ മൈലാഞ്ചി ഉണ്ട്, ഇത് ഡാൻസിനിട്ടത് 2 ദിവസമായി പോയി. അപ്പോൾ ഞാനെന്തായാലും എൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ്, നിങ്ങളെയും കൊണ്ട് പോവുകയാണ്. എൻ്റെ സാമ്രാജ്യം നിങ്ങൾക്കറിയാമല്ലോ, അതവിടെ അടുക്കള. അപ്പോൾ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അടുക്കളപ്പണി കുറച്ച് വൈകിട്ടേ ആവുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ എന്നാലും കുറച്ച് അടുക്കളപ്പണി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയില്ലേ. ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. എന്നിട്ട് പിന്നെ ചിക്കനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വൈകും കേട്ടോ. എന്തായാലും ഇതൊന്നും നന്നാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞാൻ റെഡിയായിട്ട് ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പലമൊക്കെ എത്തി. അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് തൊഴുത് കുറേ സമയം അവിടെ നിന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അമ്പലമൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് അല്ലേ. ഈ ഒരു വേല സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പൂക്കൾ കൊണ്ട് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും അമ്പലം. പിന്നെ ദേവീനെ കാണാനോ നല്ല എന്താ പറയുക, അന്ന് നല്ല നിറഞ്ഞ മനസ്സോടെ നമുക്ക് തൊഴുതാനും പറ്റും. പിന്നെ അതാ നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് മെയിൻ റോഡിൽ കൂടെ തന്നെ ആനനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. പറയെടുപ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അത് നമ്മുടെ ഇതുവഴിയാണ് കേട്ടോ വരുന്നത്. ആനനെ കാണാൻ നല്ല അടിപൊളി ആനയായിരുന്നു. നല്ല കൊമ്പൊക്കെ നല്ല വലുപ്പവും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഈ വർഷം ഈ ഒരു ആനയേ ഉള്ളൂ. ചില സമയങ്ങളിൽ 3 ആനയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, ഒരാനയേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി കൊമ്പുള്ള ആനയായിരുന്നു. അപ്പോൾ പറയെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നമ്മളിതാ ഈ പൈസ വെപ്പും പിന്നെ നമ്മൾ തൊഴാനായിട്ടൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി നിൽക്കും. ആന വരണമെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതിപ്പോൾ ആന ഇതുപോലെ നെറ്റിപ്പട്ടം കെട്ടി വന്നാലും ഇല്ലെങ്കിലും പുറത്ത് നോക്കി നിൽക്കും. കാരണം അത്രയും കൗതുകമാണല്ലോ ആന എന്ന് പറയുന്നത്. ആന എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതി വരാത്തൊരു ഒരു മൃഗം എന്ന് പറയുന്നത് ആന തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആനനെയൊക്കെ കണ്ടു. ചാരമോളാണ് കേട്ടോ ആനയ്ക്ക് ദക്ഷിണയൊക്കെ വെക്കാനായിട്ട് പോയത്. അപ്പോൾ അവൾ അങ്ങനെ പോയിട്ട് വരുമ്പോൾ വീഡിയോ എടുത്തിട്ട് വന്നതാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാനിതാ അടുക്കളയിൽ തിരക്കായി. നമ്മളേതാ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ ഇതാ ഇന്ന് കഴിക്കാൻ ദോശ, ചട്നി ഉണ്ടാക്കുന്നുണ്ട്, ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും ഇന്നിപ്പോൾ വർക്കില്ല കേട്ടോ. ഏട്ടൻ ഇന്നിപ്പോൾ വേലയൊക്കെ ആയതുകൊണ്ട് ലീവാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി ഇന്നലെ 2-3 ദിവസമായിട്ട് ലീവാണ് കേട്ടോ. ഇവിടെ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഓരോ പരിപാടി ഉള്ളത് കൊണ്ടും അവളിങ്ങനെ പോകാണ്ട് ലീവാക്കിയിരിക്കാൻ. ശരി എന്നാൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വിട്ടു. പിന്നെ ചാരുമോൾക്ക് ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ എക്സാം.
അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ശേഷം എക്സാമിന് പോവും. പിന്നെ ഞാനിത് അവൾക്കുള്ള കഴിക്കാനുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കുകയാണ് കേട്ടോ, ദോശ. അപ്പോൾ ഞാൻ കണ്ടില്ലേ കുപ്പി വളയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ, കാണാൻ നല്ല രസമുണ്ട്. എത്രയൊക്കെ നമ്മൾ മോഡേൺ ആയിട്ടുള്ളത് ഇട്ടാലും നമുക്ക് ഈ ഒരു കുപ്പി വളയുടെ ഒരു ചന്തവും ഭംഗിയൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ എന്താണെങ്കിലും അത് ഇട്ടിട്ട് ഇങ്ങനെ കിലുങ്ങൾ കേൾക്കാൻ തന്നെ ഒരു രസമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊന്നും ഇങ്ങനെ കുപ്പിവളയൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇടാറുണ്ട്, പക്ഷേ വല്ലപ്പോഴും ഇതുപോലെ വേലയൊക്കെ വരുന്ന സമയത്ത് വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിടും കേട്ടോ. ഇതിപ്പോൾ ഡാൻസിന് വാങ്ങിച്ചത് കൊണ്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ നമ്മുടെ ഉമ്മർത്ത് കോലം ഇടാൻ വേണ്ടിയിട്ട് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് എടുത്തതാണ് കേട്ടോ. അത് ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നന്നായിട്ട് ചാണകമൊക്കെ മെഴുകി നമ്മൾ കോലമൊക്കെ വരച്ചിട്ട് നമ്മൾ ദേവീനെ നമ്മൾ ഈ മുറ്റത്താണ് കേട്ടോ ഇരുത്തുന്നത്. അപ്പോൾ അവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ വെടി വഴിപാടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ വെടി പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് അതേപോലെ അവിടെ പ്രസാദം ഇട്ട് ചെയ്യുമല്ലോ ദേവിക്ക്, അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യും കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വെള്ളരി നിവേദ്യവും ശർക്കര പൊങ്കലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആ ടൈമിൽ തന്നെ ദേവിക്ക് ഊട്ട് പൂജ ഉണ്ടാവും. അതിപ്പോൾ മിക്ക വീടുകളിലും ചെയ്യും കേട്ടോ. മിക്ക വീടുകളിലും പറഞ്ഞാൽ എല്ലാ വീടുകളിലും ചെയ്യും. ഇവിടെ പരിസരത്ത് എല്ലാവരും ചെയ്യും. ഇതുപോലെ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി കോലമൊക്കെ വരച്ച് നല്ല അണിഞ്ഞ് നല്ല സൂപ്പറായിട്ട്. പിന്നെ ഈ അണിഞ്ഞതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ദേവിയായിട്ട് സങ്കല്പിക്കുന്നത് നമ്മൾ അമ്മിയുടെ കുഴവ ഉണ്ടല്ലോ, അമ്മിക്കുഴവ അല്ലെങ്കിൽ ആട്ടുകല്ലിൻ്റെ കുഴവ, അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇലയൊക്കെ നാക്കലയൊക്കെ വെച്ച് അതിൻ്റെ പുറത്ത് അമ്മിക്കുഴവയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ അരി മാവ് ഒഴുക്കി അങ്ങനെ അത് ദേവിയായിട്ട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ വീട്ടിൻ്റെ അവിടെയൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. കുറേയൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കറിയില്ല. പിന്നെ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളത് പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളങ്ങനെ ശീലിച്ചു പോകും. നമ്മുടെ ഈ ഒരു വേല എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ടത് നമ്മളും അത് അനുകരിച്ച് കൊണ്ട് പോവുക തന്നെ. അതൊക്കെ ഒരു വർഷത്തിലൊരു പ്രാവശ്യമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യാത്തവരായിട്ട് പിന്നെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കാരണം ഈ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു വീടുകളിൽ അങ്ങനെ പെലയായിട്ടുള്ള വീടുകളിൽ മാത്രമേ ഇങ്ങനെ ഊട്ടാതിരിക്കുള്ളൂ കേട്ടോ. ഊട്ടില്ല, ഒരു വർഷം കഴിയാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു വീടുകളിൽ മാത്രമേ ചെയ്യാണ്ടിരിക്കുള്ളൂ. അല്ലാതെ മിക്ക വീടുകളിലും നമ്മൾ ഈ ഒരു ഊട്ടുപൂജ നടത്താറുണ്ട്. അപ്പം ഞാനിതാ കോലമൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. കോലമൊന്നും ഇടാൻ അറിയില്ല, പക്ഷേ എന്നാലും നമ്മൾ അറിയണ പോലെയൊക്കെ ഒരു വിധത്തിലൊക്കെ കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. നടുവിൽ കോലമൊക്കെ വരച്ചു. പിന്നെ അത് അവിടെ സൈഡിൽ 2 നിലവിളക്കൊക്കെ വരച്ചിട്ടുണ്ട്. നിലവിളക്കായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എന്നാലും കുഴപ്പമില്ല, നിലവിളക്കിൻ്റെ രൂപമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല വെയിലാണ്. ഉമ്മറത്ത് അത്തിമരം ഉണ്ടെന്ന് വെച്ചാലും അങ്ങനെ അങ്ങോട്ട് തണലൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലമായി അതിന് അകത്ത് ഒരു ഇല വേണമെങ്കിൽ ഉണ്ടാവില്ല. തണലിന് വേണ്ടി വെച്ച മരമാണ്, പക്ഷേ കാര്യമില്ല, വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാ വീടുകളിലും നമ്മൾ മൺപണിയൊക്കെ ചെയ്ത് മണ്ണ് കൊണ്ട് എല്ലാവരുടെയും തേച്ച് ചാണകമൊക്കെ തേച്ച് പാമ്പ് വരിയൊക്കെ ഇട്ട് പഴയ വീടുകളിൽ കണ്ടിട്ടില്ലേ, പഴയ വീട് പറഞ്ഞാൽ സാധാരണ വീടുകളിൽ നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാ വീടുകളിലും നല്ല അടിപൊളിയാക്കും മുറ്റം. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മുറ്റത്ത് ഇങ്ങനെ ചാണകമൊക്കെ തേച്ചിട്ട് ഈ കോലമൊക്കെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കോലമൊക്കെ വരഞ്ഞു. ഞാൻ പിന്നെ ഇതാ അമ്മിക്കുഴവയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ അമ്മിക്കുഴവ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നിലവിളക്കൊക്കെ ഉമ്മർത്ത് കത്തിച്ച് വെക്കും. വിളക്ക് വെക്കുന്നതേ കാണുള്ളൂ, പക്ഷെ അത്രയും കാറ്റാണ്. ഈ ഒരു ദിവസം ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ. ഇവിടെ വേല വരുന്ന ദിവസം ഭയങ്കര കാറ്റായിരിക്കും. അതുകൊണ്ട് വിളക്ക് വെച്ചാലും അങ്ങനെ അങ്ങോട്ട് കുറേ നേരം കത്തി നിൽക്കുകയൊന്നുമില്ല. വെച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും വിളക്ക് കെട്ട് പോകാറാണ് പതിവ്. അപ്പം ഞാനിതാ വിളക്കും വെച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് പൂവൊക്കെ കുറച്ച് ഹോമം കഴിച്ചതിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ഉമ്മറത്ത് രാവിലെ ദേവിനെയൊക്കെ കുടിയിരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര പായസവും ഇതൊക്കെ ഉണ്ടാക്കി ആ ഒരു ടൈമിൽ ഒരു 12 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ മുറ്റത്ത് തന്നെ ഊട്ടും കേട്ടോ. അതായത് ഊട്ടുപൂജയൊക്കെ ചെയ്യും. അതിന് ശേഷമേ നമ്മുടെ വീടുകളിൽ ചിക്കനൊക്കെ വയ്ക്കുള്ളൂ കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ചിക്കൻ്റെ പരിപാടി ഒന്നുമില്ല. അതിന് മുമ്പ് വേണമെങ്കിൽ അതുപോലെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞും
അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ചിക്കനിലൊന്നും തൊടില്ല. രാവിലെ ആയിട്ടും ചിക്കൻ വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുളിയും കഴിഞ്ഞ് അമ്പലത്തിൽ പോയത്. ഇനിയിപ്പോൾ ഈ ഊട്ടുപൂജ കഴിയാണ്ട് നമ്മൾ ചിക്കനിൽ തൊടുന്ന പരിപാടിയില്ല. അപ്പോൾ എന്താണ് ഞാൻ ആ ഒരു ടൈം വരെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ, ഈ ഒരു പണിയൊക്കെ ഒരുക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഞാൻ തൊലിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടിന് നമ്മുടെ ചിട്ടിക്കുട്ടിയും ഉണ്ട്. അപ്പോൾ ചാരുമോളാണെങ്കിൽ അവൾക്ക് എക്സാം ആയതുകൊണ്ട് ഇരുന്ന് പഠിക്കുകയാണ്. പോകുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളവിടെ ഇരുന്ന് എഴുതുക പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും ചെട്ടിക്കുട്ടിയും കൂടെ ഉച്ചക്കത്തേക്കുള്ള എന്താണ് ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം ചിക്കനൊക്കെ ഇട്ടിട്ട് ദം ബിരിയാണി ഉണ്ടല്ലോ, അത് വേണമെന്ന് പറയാണ്. അപ്പോൾ ശരി എന്നാൽ അതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം ചതയ്ക്കേണ്ടതെല്ലാം ചതച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എന്താണ് നിവേദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടുപ്പത്താക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇപ്പോൾ എല്ലാ വീടുകളിലും ചിക്കൻ തന്നെ ആയിരിക്കും. അത് നമ്മൾ ഈ ഊട്ടുപൂജ കഴിഞ്ഞിട്ട് എല്ലാവരും ചിക്കൻ വെക്കുകയുള്ളൂ കേട്ടോ. ഉച്ചയൊക്കെ ആവും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കതിൽ തൊടാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഈ എല്ലാ വീടുകളിലും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടാവും, കസിൻസൊക്കെ വരും. അപ്പോൾ നമ്മുടെ അവിടെ ഇത്തവണ അങ്ങനെ ആരും വരാനുമില്ല, ആരും വന്നിട്ടില്ല കേട്ടോ. ഇത്തവണ പിന്നെ അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അധികം. അപ്പോൾ അങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ മാത്രം അടങ്ങുന്നൊരു എന്താണ് ഒരു ഉത്സവം ആയിരുന്നു. അപ്പോൾ ഞാനിതാ നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു നിവേദ്യം ഉണ്ടാക്കുന്നത് നല്ല പുതിയ മൺകലമൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് മൺകലം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചെറിയ ചോറ് വയ്ക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ ഉണ്ടാക്കി. അതിൽ പിന്നെ നമ്മൾ ഇറച്ചി മീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചോറ് വയ്ക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനൊന്നും വെക്കാത്ത പാത്രം വേണം കേട്ടോ നമുക്ക് ഈ ഒരു നിവേദ്യമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ ചോറിൻ്റെ കലം എടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. മൺചട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോൾ മൺചട്ടി വാങ്ങിക്കും നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കും. അതേപോലെ അടുത്ത വർഷം ആകുമ്പോൾ അത് പുതിയതൊന്ന് വാങ്ങിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്തവണ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ പിന്നെ ചോറിൻ്റെ ചട്ടിയിൽ വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ടൈമിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നമ്മൾ അമ്പലത്തിൽ വെടി പൊട്ടും. ആ സമയത്ത് നമ്മളത് ആ ഒരു നിവേദ്യമൊക്കെ എടുത്ത് നമ്മുടെ മുറ്റത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഉടച്ച് കർപ്പൂരമൊക്കെ കാണിച്ച് നമ്മൾ നേദിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഏട്ടനാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഏട്ടനില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോൾ ഏട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഏട്ടനാണ് കേട്ടോ നേദിച്ചതൊക്കെ. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ കുട പിടിച്ചിട്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയാം, അത്രയും കാറ്റാണ്. എത്ര കുട പിടിച്ചിട്ടും എത്ര മറച്ചിട്ടും കാര്യമില്ല, നമ്മളെ ഈ വിളക്ക് കത്തുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും അങ്ങോട്ട് എന്താണ് കാറ്റായിരുന്നു കേട്ടോ. പിന്നെ കർപ്പൂരം മാത്രം കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത് നിവേദ്യം. അപ്പോൾ ഇതുപോലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണാറുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പുതുമയായിരിക്കും, അല്ലെങ്കിൽ ഒരു അതിശയമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നും പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിവേദ്യമൊക്കെ വെച്ച് പൂജയൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഈ ഭാഗത്ത് നിന്നിട്ട് അടുക്കളയിൽ എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് കുക്കിംഗ് ഒന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ റൈസ് നമ്മളിവിടെ വെച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുപ്പത്ത് തീയൊക്കെ ആ തീയിൽ തന്നെ ചട്ടി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിൽ കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട്. റൈസ് വേറെ ഇട്ടിട്ട് ചിക്കൻ അതുപോലെ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ദം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇതവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഏട്ടനാണ് കേട്ടോ ഇത്തവണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല വലിയ ചമ്പട്ടിയിൽ ചിക്കനൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതാ നമ്മുടെ ഈ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചോറ് ഇങ്ങനെ വറ്റിച്ചെടുക്കാറാണ് പതിവ്. നമ്മുടെ ബാസ്മതി റൈസ് ആണ് കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ വേവ് എനിക്ക് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്നിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്യണത് എന്താ പറഞ്ഞാൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വാർത്തെടുക്കുക കേട്ടോ. ഒരു 80% വേവാകുന്ന സമയത്ത് വാർത്തിട്ട് ദമ്മി ചെയ്യാണ് കണ്ടത്. അതുപോലെ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലോണം വെള്ളം വെച്ചു. വെള്ളം പോരാണ്ട് ഇനി കുഴഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എന്തായാലും അവിടെ അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, ബസ്മതി റൈസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമായി, കാരണം മന്തി റൈസ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നമ്മുടെ ഒരു കൈമാ റൈസ് ഉണ്ടല്ലോ ജീരകശാല, അതുകൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് എന്താ പറയുക, ഒരു അരിയുടെ ഒരു പവറൊന്നുമില്ല, നമ്മുടെ ആ ഒരു
നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനങ്ങനെ റൈസൊക്കെ മാറ്റി വെച്ച് പിന്നെ ദമ്മിട്ടു കേട്ടോ. ദമ്മിടുന്ന വീഡിയോസൊക്കെ എടുത്തതായിരുന്നു. പിന്നെ അവസാനം ഞാൻ നോക്കുന്ന സമയത്ത് ദമ്മിട്ടതൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് മൊത്തം കൂടിയിട്ട് അത് എടുത്ത വീഡിയോസ് ഒന്നും നമ്മുടെ ഇതിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം പഴയ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഡിലീറ്റ് ആക്കാൻ. അതൊക്കെ കളഞ്ഞതിന് ശേഷം ഫോണൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ എപ്പോഴും മിക്കവാറും നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പകുതി വീഡിയോസ് എടുക്കാൻ മറന്നു പോകും ചിലപ്പോൾ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇതാ എന്താണെങ്കിലും ഞാൻ കഴിക്കുമ്പോൾ ബിരിയാണി ഒക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണിയും സാലഡും. പിന്നെ ആ ചിക്കൻ കറി ഉണ്ടല്ലോ, ദമ്മ് ചെയ്യുന്നതിനും കുറച്ച് മുന്നേ ഞാൻ ഒരു ചിക്കൻ കറിയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സൈഡിൽ കഴിക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ്റെ മേലെ ദമ്മ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ കശുവണ്ടി പരിപ്പും എന്താണ് ഉള്ളി വറുത്തതും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എടുത്തു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. കഴിക്കുമ്പോഴും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഈ ഒരു അരിയുടെ ഒരു ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീരകശാല കൊണ്ട് ബിരിയാണി വെച്ചാലാണ് ഇഷ്ടം. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പു വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരും കഴിച്ചപ്പോൾ നന്നായിട്ടൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. അവർക്കൊക്കെ ഇഷ്ടമായി, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അടിപൊളി ദം ബിരിയാണിയൊക്കെ റെഡിയായി. സാലഡും ചിക്കൻ കറിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നത് വേലയ്ക്ക്. അപ്പോൾ വേല കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് അതുപോലെ വണ്ടി വേഷവും പിന്നെ കുതിര, പഞ്ചവാദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ അങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല, പക്ഷേ എന്നാലും 2-3 ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ട അപ്പുറത്ത് തന്നെ വേറെ വേലയുണ്ട്, അപ്പോൾ അവിടെ നല്ല ഗംഭീര പരിപാടിയാണ്. അപ്പോൾ അധികം ആളുകൾ അങ്ങോട്ട് പോവും. പിന്നെ നമ്മൾ ഇവിടെ തട്ടകത്തുള്ളവർ മാത്രമായിരിക്കും കൂടുതലും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതാ വേലയ്ക്ക് കുട്ടികളൊക്കെ അങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ചെട്ടിക്കുട്ടിയും കൂട്ടുകാരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. വേലയ്ക്ക് മെയിനായിട്ട് വരുന്നത് തന്നെ ഇതുപോലെ ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടല വാങ്ങിച്ച് കുറിക്കുക, എന്താണ് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതലും വരുന്നത് കേട്ടോ. പിന്നെ കുറേ പേരിനെ കാണാത്തവരെയൊക്കെ കാണാൻ പറ്റും. കുറേ നമ്മൾ ഈ വേലയ്ക്ക് മാത്രമല്ലേ അപ്പോൾ അവനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ വേലയൊക്കെ കണ്ടു നിന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 10 പേരെ കുറ്റം പറയാൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് അവനും ഇവനെയും പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരദൂഷണം പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, വെറുതെ പറഞ്ഞാണ് ഞാനിത്. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ മുട്ടക്കുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നല്ല വായാടിയാണ്, വായാടി പാത്തുമാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൻപുറത്ത് ഇരുന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അല്ലേ, എല്ലാ വേലയ്ക്കും ഉത്സവത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വേലയ്ക്കും പൂരത്തിനൊക്കെ പോയിരിക്കുന്നത്. അതിന് മുമ്പ് കല്യാണം വരെ നമ്മൾ വീട്ടിൽ നിന്നും അങ്ങനെ പുറത്ത് നമ്മുടെ അവിടെ അങ്ങനെ വേലയ്ക്കും പിടിക്കൊന്നും കൊണ്ടുപോകില്ല. ആകെ ഒരു വേലയൊക്കെ തന്നെ ഉള്ളൂ, പക്ഷെ അതിനൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശീലമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴും കുറേയൊന്നും ഞാൻ ഇവിടെ ഒന്നും വരില്ലായിരുന്നു, മടിച്ചിട്ട് അങ്ങനെ ഒരു ഇതുപോലെയായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ എന്താ പറയുക നാട്ടിൽ സെറ്റായല്ലോ ഇവിടെ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ വർഷവും എല്ലാ ഫങ്ഷനും ഇവിടെ അമ്പലത്തിലെ എല്ലാ പരിപാടിക്കും നമ്മൾ വരും, എല്ലാ പരിപാടിയിലും അങ്ങനെ പങ്കെടുക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും വേലകളൊക്കെ ഇങ്ങനെ കാവ് കയറി. പിന്നെ അതാ നമ്മുടെ കാളയും കുതിരയും വന്നു. ഈ കാളയും കുതിരേൻ്റെ മേലെയാണ് കേട്ടോ ആ ദേവി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സങ്കല്പം. അപ്പോൾ അങ്ങനെ കാളയും കുതിരയൊക്കെ അമ്പലത്തിന് മുമ്പിൽ വന്നിങ്ങനെ ഉറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വേലയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് പോയിട്ടാണ് പോണ സമയത്ത് പിന്നെ നമ്മൾ കാളനൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.